നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വർണ്ണക്കുടകളുടെയും ആന അലങ്കാരങ്ങളുടെയും വിസ്മയ കാഴ്ച പൂരനഗരിക്ക് സമ്മാനിച്ചുകൊണ്ട് തൃശൂർ പൂരം ചമയ പ്രദർശനത്തിന് തുടക്കമായി. നെന്മണിക്കര പഞ്ചായത്തിലെ ചെറുവാളിൽ ഉത്സവാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് കുത്തേറ്റു. ഉച്ചത്തിൽ പാട്ടുവച്ചതിലുള്ള വിരോധത്തിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി മുറി രതീഷ് അറസ്റ്റിൽ. 10 ലക്ഷം രൂപ വിലയുള്ള മാരക മയക്കുമരുന്നായ MDMA-യുമായി കൊടകരയിൽ നിന്ന് യുവതിയെയും യുവാവിനെയും പോലീസ് പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പ്രത്യേക പരിശോധനയിൽ രാസലഹരിയുമായി പിടിയിലായ 3 യുവാക്കളെ റിമാൻഡ് ചെയ്തു. കുടുംബശ്രീ കൊടകര ചാലക്കുടി ബ്ലോക്ക് ക്ലസ്റ്റർ അരങ്ങ് 2025 സമാപിച്ചു. ഓവറോൾ ചാമ്പ്യന്മാരായി പുതുക്കാട് CDS. പാലിയേക്കരയിലെ ടോൾ പിരിവിൽ ഇടപെട്ട് ഹൈക്കോടതി. ചേർപ്പിൽ 8 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ KR ബാബു സ്മാരക റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വിശദമായ വാർത്തയിലേക്ക്. വർണ്ണക്കുടകളുടെയും ആന അലങ്കാരങ്ങളുടെയും വിസ്മയ കാഴ്ച പൂരനഗരിക്ക് സമ്മാനിച്ചുകൊണ്ട് തൃശൂർ പൂരം ചമയ പ്രദർശനത്തിന് തുടക്കമായി. പാറമേക്കാവ് അഗ്രശാലയിൽ ആരംഭിച്ച പാറമേക്കാവിന്റെ ചമയ പ്രദർശനം തൃശൂർ MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി, റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു, മേയർ MK വർഗീസ്, P. ബാലചന്ദ്രൻ MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M. ബാലഗോപാൽ, സെക്രട്ടറി G. രാജേഷ് എന്നിവർ ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് MR അഭിലാഷിനെയും പ്രമുഖ ആന ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ PB ഗിരിദാസിനെയും ചമയ പ്രദർശനത്തിന്റെ അണിയറ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. പൂരത്തോടനുബന്ധിച്ച് പാറമേക്കാവ് ദേവസ്വം സ്വകാര്യ സ്ഥാപനവുമായി ചേർന്ന് നൽകുന്ന ധനസഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു. ആനകൾ അണിയുന്ന കച്ചക്കയർ, കഴുത്തുമണി, പള്ളമണി തുടങ്ങിയവയ്ക്കൊപ്പം സ്വർണ്ണക്കുടകൾ, നെറ്റിപ്പട്ടം, ആലവട്ടം തുടങ്ങിയവയും ഏതാനും സ്പെഷ്യൽ കുടകളുമാണ് പാറമേക്കാവ് അഗ്രശാലയുടെ 2 നിലകളിലായി സജ്ജീകരിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചയും ചമയ പ്രദർശനം തുടരും. തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനത്തിന് കൗസ്തുഭം ഹാളിൽ തുടക്കമായി. സ്വാമി സദ്ഭാനന്ദ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സൈഫുദ്ദീൻ അൽ ഗാസമി ഇമാം, കൽദായ സുറിയാനി മെത്രാപൊലീത്ത മാർ ഔഗിൻ കുര്യാക്കോസ് എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, റവന്യൂ മന്ത്രി K. രാജൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു, മേയർ MK വർഗീസ്, P. ബാലചന്ദ്രൻ MLA, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, മുൻ മന്ത്രി VS സുനിൽകുമാർ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് TA സുന്ദർ മേനോൻ, സെക്രട്ടറി K. ഗിരീഷ് കുമാർ എന്നിവർ ചേർന്ന് തിരി തെളിയിച്ചു. അഡ്വക്കേറ്റ് അഭിലാഷ്, ആന ചികിത്സാ ഡോക്ടർ PB ഗിരിദാസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 2 നിലകളിലായാണ് ചമയ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. മുകൾ നിലയിൽ ആലവട്ടം, വെഞ്ചാമരം, നെറ്റിപ്പട്ടം, വലിയ മണികൾ, ചെറിയ മണികൾ, പള്ളമണി, കഴുത്തുമണി, കാൽമണി, കച്ചക്കയർ, കോലം, വർണ്ണാഭമായ കയറുകൾ തുടങ്ങിയവയും താഴത്തെ നിലയിൽ പട്ടുകുടകളും കുടമാറ്റ സമയത്ത് ഉയർത്താനുള്ള രൂപങ്ങളുമാണ് അണിനിരത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ചയും ചമയ പ്രദർശനം തുടരും. നെന്മണിക്കര പഞ്ചായത്തിലെ ചെറുവാളിൽ ഉത്സവാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് കുത്തേറ്റു. ഒരാൾക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റു. ചെറുവാൾ സ്വദേശികളായ മുഴുത്തോട്ടിപ്പറമ്പിൽ 26 വയസ്സുള്ള അമൽ, കോവാത്ത് വീട്ടിൽ 26 വയസ്സുള്ള സുജിത് എന്നിവർക്കാണ് കുത്തേറ്റത്. അയ്യഞ്ചിറ ശശിക്കാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രി 10:30-ക്കായിരുന്നു സംഭവം. ഉത്സവത്തിനിടെയുണ്ടായ തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. ചെറുവാൾ ഗ്രൗണ്ടിന് സമീപമായിരുന്നു സംഭവം. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി.
ഉച്ചത്തിൽ പാട്ടുവച്ചതിലുള്ള വിരോധത്തിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി മുറി രതീഷ് അറസ്റ്റിൽ. കല്ലേറ്റുങ്കര മാനാട്ടുകുന്ന് ഉള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി അമ്മാവന്റെ വീട്ടിൽ സംസാരിച്ചിരുന്ന വിനുവിനെ കത്തിവീശി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ആളൂർ മാനാട്ടുകുന്ന് പെരിപ്പറമ്പിൽ വീട്ടിൽ മുറി രതീഷ് എന്ന് വിളിക്കുന്ന രതീഷ് എന്നയാളെ ആളൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ അഫ്സൽ എം അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ രതീഷിനെ റിമാൻഡ് ചെയ്തു. മുറി രതീഷ് ആളൂർ പോലീസ് സ്റ്റേഷൻ റൌഡിയാണ്. രതീഷിന് കൊടകര പോലീസ് സ്റ്റേഷനിൽ 2 വധശ്രമ കേസുകളും 1 കവർച്ചാ കേസും, ആളൂർ പോലീസ് സ്റ്റേഷനിൽ 2 വധശ്രമ കേസുകളും 3 അടിപിടി കേസുകളും അടക്കം 8ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ആളൂർ സബ് ഇൻസ്പെക്ടർ അഫ്സലിനെ കൂടാതെ സബ് ഇൻസ്പെക്ടർമാരായ സുമേഷ്, സുരേന്ദ്രൻ, സ്റ്റീഫൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത്, ഹരികൃഷ്ണൻ, അനീഷ്, അനൂപ്, നിഖിൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്. 10 ലക്ഷം രൂപ വിലയുള്ള മാരക മയക്കുമരുന്നായ MDMAയുമായി കൊടകരയിൽ നിന്ന് യുവതിയെയും യുവാവിനെയും പോലീസ് പിടികൂടി. ഇവരിൽ നിന്ന് 180 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. വെള്ളാങ്കല്ലൂർ കല്ലംകുന്ന് സ്വദേശി ചിറയിൽ വീട്ടിൽ 30 വയസ്സുള്ള ദീപക് രാജു, എറണാകുളം നോർത്ത് പറവൂർ മൂത്തകുന്നം സ്വദേശിനി 22 വയസ്സുള്ള ദീക്ഷിത എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും അന്തർ സർവീസ് നടത്തുന്ന ബസ്സിൽ വന്നിറങ്ങിയ ഇവരെ കൊടകര മേൽപ്പാലത്തിന് സമീപത്ത് നിന്നാണ് പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നുമാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത്. ഇരിങ്ങാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക് മയക്കുമരുന്ന് വിതരണ മേഖലയിൽ ഡാർക്ക് മർച്ചന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആന്ധ്രാപ്രദേശിൽ 10 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലും ഇയാൾ പിടിയിലായിട്ടുണ്ട്. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ എൻ പ്രദീപ്, CR പ്രദീപ്, PP ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, TR ഷൈൻ, PM മൂസ, സൂരജ് വിദേവ്, ലിജു ഇയാനി, AU റെജി, MJ ബിനു, CK ബിജു, ഷിജോ തോമസ്, PX സോണി, കൊടകര SHO PK ദാസ്, ASIമാരായ MS ബൈജു, ജ്യോതിലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ KP ബെന്നി, M ആഷിഖ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ ഇവർക്ക് രാസലഹരി കൈമാറിയ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തെപ്പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പ്രത്യേക പരിശോധനയിൽ രാസലഹരിയുമായി പിടിയിലായ 3 യുവാക്കളെ റിമാൻഡ് ചെയ്തു. കണ്ടശാങ്കടവ് സ്വദേശികളായ ചക്കമ്പി വീട്ടിൽ 25 വയസ്സുള്ള അമൽ, കാരമാക്കൽ വീട്ടിൽ 20 വയസ്സുള്ള നിതിൻ, മേയ്പറമ്പിൽ വീട്ടിൽ 23 വയസ്സുള്ള സച്ചിൻ എന്നിവരെ ശനിയാഴ്ച പുലർച്ചെയാണ് വാടാനപ്പള്ളി പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMA ഇനത്തിൽപ്പെട്ട സിന്തറ്റിക് ഡ്രഗാണ് പിടികൂടിയത്. പ്രതികളിൽ അമൽ ഒരു വധശ്രമ കേസിലെ പ്രതിയാണ്. അന്വേഷണ സംഘത്തിൽ വാടാനപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ NB ഷൈജു, സബ് ഇൻസ്പെക്ടർ തോമസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിനേഷ്, സുരേഖ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. കുടുംബശ്രീ കൊടകര ചാലക്കുടി ബ്ലോക്ക് ക്ലസ്റ്റർ അരങ്ങ് 2025 സമാപിച്ചു. ഓവറോൾ ചാമ്പ്യന്മാരായി പുതുക്കാട് CDS. പെൺകരുത്തിന്റെ പെരുമ വിളിച്ചോതുന്ന കുടുംബശ്രീ പ്രസ്ഥാനം 27ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അയൽക്കൂട്ടം അംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കും അവരുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 2 ദിവസങ്ങളായി കൊടകര ബ്ലോക്ക് ഹാളിലും സെയിന്റ് ആന്റണി സ്കൂളിലുമായി അരങ്ങേറിയ കൊടകര ചാലക്കുടി ബ്ലോക്ക് ക്ലസ്റ്റർ തല കുടുംബശ്രീ അരങ്ങ് 2025 സമാപിച്ചു. അരങ്ങ് കലോത്സവ സമാപന സമ്മേളനം ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പുതുക്കാട് MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ മുഖ്യാതിഥിയായി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, പുതുക്കാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രതി ബാബു, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ CP സജീവൻ, കൊടകര ചാലക്കുടി ബ്ലോക്കുകളിലെ CDS ചെയർപേഴ്സൺമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഓൺ സ്റ്റേജ് ഇനത്തിലും ഓഫ് സ്റ്റേജ് ഇനത്തിലുമായി 400ഓളം മത്സരാർത്ഥികൾ മാറ്റുരച്ച മത്സരങ്ങളിൽ 51 പോയിന്റുമായി പുതുക്കാട് CDS ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി.
49 പോയിന്റുമായി പുതുക്കാട് CDS ഫസ്റ്റ് റണ്ണറപ്പായി. മത്സര വിജയികൾക്കുള്ള ട്രോഫികൾ MLA കൈമാറി. തുടർന്ന് മറ്റ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സലീൽ സ്വാഗതവും അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ നന്ദിയും അർപ്പിച്ച് സംസാരിച്ചു. പാലിയേക്കരയിലെ ടോൾ പിരിവിൽ ഇടപെട്ട് ഹൈക്കോടതി. വാഹനങ്ങൾ 10 സെക്കൻഡിനുള്ളിൽ ടോൾ കടന്ന് പോകണമെന്നും 100 മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിര പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. അങ്ങനെ വന്നാൽ ടോൾ ഒഴിവാക്കി ആ വരിയിലെ വാഹനങ്ങൾ കടത്തിവിടണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. പൊതുപ്രവർത്തകൻ OR ജനീഷ് സമർപ്പിച്ച പൊതു താൽപര്യം ഹർജിയിലാണ് കോടതി ഇടപെടൽ. ഹർജി ഈ മാസം 21-ന് വീണ്ടും പരിഗണിക്കും. നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പാക്കണമെന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നതിൽ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി അറിയിച്ചു. സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുന്നതുവരെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ച് കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടിരുന്നു. യാത്രക്കാർക്ക് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാതെ ടോൾ പിരിക്കുന്നതിലാണ് ജില്ലാ കളക്ടറുടെ കടുത്ത നടപടി. ദേശീയപാത 544-ൽ ഇടപ്പള്ളി മണ്ണുത്തി മേഖലയിൽ 4 സ്ഥലങ്ങളിൽ മേൽപ്പാല നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു. സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സുഗമമാക്കാത്തതിനെ തുടർന്ന് വലിയ ഗതാഗതക്കുരുക്കാണ് ഇവിടങ്ങളിൽ ഉണ്ടായത്. ഇതേ തുടർന്നാണ് കളക്ടറുടെ നടപടി. ഗതാഗത സൗകര്യം ഉറപ്പായതിനു ശേഷം ഉത്തരവ് പുനർപരിശോധിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. അടിപ്പാത നിർമ്മാണ മേഖലയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് പോലീസിന്റെ സഹായത്തോടെ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത്. ചേർപ്പിൽ 8 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. ശനിയാഴ്ച രാവിലെ ചേർപ്പ് CNN സ്കൂൾ പരിസരം മുതൽ ചേർപ്പ് ഗവൺമെന്റ് സ്കൂൾ പരിസരം വരെ റോഡിലൂടെ ഓടിയ നായ വഴിയാത്രക്കാരെ കടിക്കുകയായിരുന്നു. പരിക്കേറ്റവർ ചേർപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും തൃശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി. അമ്മാടം റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് നാട്ടുകാർ ചേർന്ന് നായയെ പിടികൂടുകയായിരുന്നു. ചേർപ്പ് മൃഗാശുപത്രിയിൽ നായ നിരീക്ഷണത്തിലാണ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ KR ബാബു സ്മാരക റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 43 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. 350 മീറ്റർ നീളവും സൈഡ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയാണ് പ്രവൃത്തി നടപ്പിലാക്കുന്നത്. ഷട്ടറിന്റെ അവിടെ നിന്നുള്ള തകർന്ന തരിപ്പണായി കിടക്കുന്ന റോഡ് ഞാനേതെങ്കിലും ഒരു റോഡിന് ആദ്യം കൊടുക്കല്ല ചെയ്ത് ഇവരായിട്ട് ആലോചിച്ചു. നിലവിലുള്ള ഇവിടുത്തെ ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ളവരും പൊതുപ്രവർത്തകരുമായിട്ടുള്ള CPM-ന്റെ ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 8755 രൂപ, പവന് 70,040 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർണ്ണക്കുടകളുടെയും ആന അലങ്കാരങ്ങളുടെയും വിസ്മയ കാഴ്ച പൂരനഗരിക്ക് സമ്മാനിച്ചുകൊണ്ട് തൃശൂർ പൂരം ചമയ പ്രദർശനത്തിന് തുടക്കമായി. നെന്മണിക്കര പഞ്ചായത്തിലെ ചെറുവാളിൽ ഉത്സവാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് കുത്തേറ്റു. ഉച്ചത്തിൽ പാട്ടുവച്ചതിലുള്ള വിരോധത്തിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി മുറി രതീഷ് അറസ്റ്റിൽ. 10 ലക്ഷം രൂപ വിലയുള്ള മാരക മയക്കുമരുന്നായ MDMA-യുമായി കൊടകരയിൽ നിന്ന് യുവതിയെയും യുവാവിനെയും പോലീസ് പിടികൂടി.
ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പ്രത്യേക പരിശോധനയിൽ രാസലഹരിയുമായി പിടിയിലായ 3 യുവാക്കളെ റിമാൻഡ് ചെയ്തു. കുടുംബശ്രീ കൊടകര ചാലക്കുടി ബ്ലോക്ക് ക്ലസ്റ്റർ അരങ്ങ് 2025 സമാപിച്ചു. ഓവറോൾ ചാമ്പ്യന്മാരായി പുതുക്കാട് CDS. പാലിയേക്കരയിലെ ടോൾ പിരിവിൽ ഇടപെട്ട് ഹൈക്കോടതി. ചേർപ്പിൽ 8 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ KR ബാബു സ്മാരക റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.